ഹലോ, രാജേഷ് നല്ല പേര് പറഞ്ഞത്? താങ്കൾ വാഴകൃഷിയാന്ന് പറഞ്ഞു. വാഴകൃഷി എന്ന് വെച്ചതിന്റെ കാര്യം മെയിനായിട്ട് ഇതാ, ഞാൻ വിത്ത് പിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇതാ അനവധി വിത്തുകൾ പിരിച്ചു വെച്ചു. ഇത് എടുക്കാൻ ആരുമില്ല. ഓക്കെ, താങ്കൾ വിരിച്ചിട്ട് വിത്തുകളാണോ അത്? എല്ലാം വിത്തുകളാണ്. നോക്ക്, ആ ഇതൊന്നും ഒരെണ്ണം എടുത്തുന്ന കൈ പിടിക്കുമോ? നല്ല ഒന്നാന്തരം വിത്താണിത്. നമ്മുടെ ഇവിടെ വാഴകൃഷി എടുത്ത മറ്റേ രാജേഷ് എന്ന് പറഞ്ഞൊരു കർഷക തൊഴിലാളിയാണ്. അപ്പം ആ കൃഷിയാണ് പറഞ്ഞ വിത്തിനെ കുറിച്ചുള്ള വിത്ത് പോലും ആർക്കും വേണ്ടാത്ത അവസ്ഥയായി വരേണ്ട അവസ്ഥ. അതെ, വയനാട് ഇപ്പൊ ഇതിങ്ങനെ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ വന്ന് മേടിക്കുകയാണോ അതോ? ഇതിപ്പം ഉപേക്ഷിട്ടൊക്കെയാണ്. ഇത് വണ്ടി കയറ്റാൻ വേണ്ടി ആള് പറഞ്ഞിട്ട് സെറ്റപ്പ് ആക്കി വെച്ചാണ്. പക്ഷെങ്കിൽ ആർക്കും വേണ്ട, ഉപേക്ഷിട്ടേക്ക. എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോലും ഈ സാധനം ആർക്കും വേണ്ട. അപ്പൊ ഇത് ഗവൺമെന്റ് ഇങ്ങനെ വിത്തിന്റെ പോയതിന്റെ പേരിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ? ഒരു സഹായമില്ല. ഇല്ല. ഇപ്പം നമ്മുടെ പുതിയ സർക്കാർ വന്നതിന് പിന്നെ അതിനുശേഷം ചെറിയൊരു വിത്തിന് മാറ്റം വന്നിട്ടുണ്ട്. ചെറിയൊരു സഹായം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിത്ത് എന്തായാലും പോയാലും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ്. പ്രഷർ കൗണ്ടർ കേസ് ആണ് നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞ കൃഷി വാഴകൃഷിയാണ്. ഈ വിത്തുകളെല്ലാം ഈ വിത്തുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഇതെല്ലാം ഈ മൊത്തം വിത്തുകളും കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെ, വളരെ വലിയ നഷ്ടമാണ്. കർഷകരുടെ നഷ്ടത്തിന്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ രാജേഷ് മഹേഷിയുടെ വാഴത്തോട്ടം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മൊത്തം വാഴത്തോട്ടം കണ്ടത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അതിന്റെ. അതുപോലെ അതിന്റെ ഇടയ്ക്ക് കവുങ്ങുണ്ട്. കവുങ്ങിനകത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വളരെ നഷ്ടത്തിലേക്കുള്ള ഒരു 2 വരലേ വരെയുള്ളൂ. ഏറ്റവും കർഷകരുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വയനാട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കർഷകനാണ് പരിചയപ്പെട്ടിരിക്കുന്നത് ശ്രീ രാജേഷ്. പിന്നെ സാമ്പത്തികപരമായിട്ട് വളരെ ഈ ലാഭങ്ങളുണ്ടോ ഈ വാഴകൃഷിയും തേയിലകൃഷിയും കാപ്പി കൃഷിയൊക്കെ കൊണ്ട്? ഒന്നുമില്ല. നമ്മള് അതിന്റെ ഇടകൃഷിയാണ്. പയറ് കാര്യങ്ങള് പച്ചക്കറി അങ്ങനെയാണ്. പക്ഷെങ്കിൽ ഇപ്പം ഈയിടെയായിട്ട് മഴ ജാസ്തിയായതുകൊണ്ട് ഒരു കൃഷികളും നടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ഏത്തക്കൊലയ്ക്ക് കിലോയ്ക്ക് എണ്ണയുണ്ട് ഇവിടെ വില കിട്ടുന്നത്? കൊലയ്ക്ക് ചെറിയ പൈസയുള്ളൂ. 10-12 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പൈസ വില കിട്ടും. കിലോയ്ക്ക് 1 കിലോയ്ക്ക് അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വിൽക്കുന്നതാണോ വന്നിട്ട് അത് ഇങ്ങോട്ട് മേടിക്കുന്നതാണോ? കൊടുക്കുന്നത് 12 രൂപയ്ക്കാണ്. 10 രൂപയ്ക്ക് അവന്മാര് പറയുന്നു 12 രൂപ കൊടുക്കും. അതെ, തരും ലാസ്റ്റ്. അതുപോലെ ഒരു അവസ്ഥയാണ്. അപ്പം കർഷകർ നമ്മൾ ചിന്തിക്കണം. വയനാട്ടിൽ ഇതുപോലെ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. ഞാൻ പിന്നെ ഈ ചെറിയ പൂക്കൃഷി ഇത് ചെറിയ പൂവുകളുടെ കൃഷി നടത്തുന്നുണ്ട്. കമ്മൽപ്പൂ. അപ്പൊ അതെങ്ങനെയാണ്? ഇത് തേയില പോലെ നുള്ളുവാണ് ഇത് നമ്മള് നുള്ളിയിട്ട് നമ്മള് പിന്നെ മഹാരാഷ്ട്രയിലേക്കും കർണാടകത്തിലേക്കും കയറ്റി വിടണം. അതെ അല്ലേ? അവിടെ കിട്ടാനില്ല. കർണാടകത്തിൽ കയറ്റി വിടണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കൃഷിയിലേക്ക് മാറിയില്ല. അപ്പൊ ഞാൻ അവിടെ നോക്ക്, എന്റെ ആ തോട്ടം, അത് നല്ല തോട്ടാണിത്. യെസ്, ഒന്ന് പിടിച്ചു നോക്ക്. അത് നല്ല തോട്ടമാണ്. ഞാൻ ആ തോട്ടം മൊത്തം നല്ല. അപ്പൊ വളരെ നന്ദിയായി സാർ ഈ പ്രകാരം പങ്കെടുത്തതിന്. ഓക്കെ, നമുക്ക് അടുത്ത അപ്പം പ്രഷറെല്ലാം കണ്ടിട്ടുണ്ടാവും. ക്യാമറയോടൊപ്പം ഈ ജോൺസണോടൊപ്പം രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടത്തറ. കേരളത്തിലെ അതിമനോഹരമായ ജില്ലയായ വയനാട്ടിലാണ് ചേർന്നത്. കാപ്പിയും തേയിലയും ആണ് ഇവിടുത്തെ കൃഷി. ആ പ്രകൃതിരമായ സ്ഥലങ്ങളെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അല്ല സാർ, എന്താണ് പേര്? രാജേഷ്. എവിടെയാ വീട്? ഞാനിവിടെ വയനാട് തന്നെയാണ്. എന്താണ് ചെയ്യുന്നത്? ഞാൻ കൃഷിയാണ്, കൃഷിപ്പണിക്കാരനാണ്. ഇവിടുത്തെ കൃഷി എന്ന് പറയുമ്പോൾ വാഴ എന്ന് പറഞ്ഞാല് നിങ്ങള് വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. എന്റെ വാഴക്കൃഷി മൊത്തം നശിച്ചുപോയി. അത് നശിച്ചല്ല, കൊത്തിയല്ലേ? അത് വാഴ കൊത്തിയിട്ട് പിന്നെ നശിച്ചു വന്നു. താങ്കൾക്ക് ഈ വാഴക്കൃഷി മാത്രമോ? വാഴക്കൃഷിയുണ്ട്. പക്ഷെ എങ്കില് അതിനിടയ്ക്ക് വേറെ അത്യാവശ്യം കൃഷി എന്ന് പറഞ്ഞാല് ഈ വാഴയ്ക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പയുള്ളൂ. കപ്പ കൃഷി. പക്ഷെങ്കിൽ ഈ കപ്പ ഇടാൻ പറ്റില്ല. ഇപ്രാവശ്യം ഭയങ്കര മഴയായതുകൊണ്ട് വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് കപ്പ ഇടാൻ പറ്റില്ല. ഇപ്പോഴത്തെ പൊതുവെയുള്ള ജീവിതം എങ്ങനെയാണ്? പൊതുവെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ജീവിതമാണ്, ലാവശ്യമാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതാണല്ലോ തേയില. നമ്മുടെ ഈ മേഖലയിൽ ഈ മേഖലയില്ല. നമ്മുടെ കുറച്ച് അങ്ങോട്ട് മാറണം. അതെ, ഇവിടെ കാപ്പി നമുക്ക് കാണാൻ കാപ്പിയുണ്ട്. കാപ്പി ഇഷ്ടംപോലെയാണ്. നമ്മള് ഇവിടെ കാപ്പി ഒരു കുരു കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അന്നേരം മുളച്ചു വരും. അതെ അല്ലേ? അപ്പൊ ഈ തേയില തോട്ടം അങ്ങ് ഏത് പ്രദേശത്തേക്കാണ് വരുന്നത്? തേയിലത്തോട്ടം നമ്മുടെ വയനാടിന്റെ നമ്മുടെ ചുരത്തിന്റെ ഭാഗത്തായിട്ട് വരും. അപ്പം
തേയില കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടെ തന്നെ ഫാക്ടറി ഇവിടെ തന്നെ ഉണ്ടോ അതോ ഫാക്ടറി ഉണ്ട് വെച്ചുണ്ട്? തേയില എങ്ങനെ ഉണക്കിയിട്ട് നമുക്ക് തേയില പറിക്കുക, തേയില ഫാക്ടറി എന്ന് പറഞ്ഞാൽ അത് വലിയ വൻകിട മുതലാളിമാരുടെ അടുത്താണ്. അതിനകത്ത് പണിയെടുക്കുന്നവർക്ക് പൈസയൊന്നും ഇല്ല, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പൊ അവർക്ക് എങ്ങനെ ഇപ്പം പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടാണ് ഇത് തേയില നുള്ളുക എന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്. തേയില നുള്ളി കൂമ്പ് നുള്ളുക, അതിന്റെ കൂമ്പ് എടുത്തിട്ട് നമ്മളത് സംസ്കരിച്ച് അത് ഉണക്കി പൊടിച്ച് അത് തേയിലയാക്കിയിട്ട് നല്ല സാധനം വിദേശത്ത്. അപ്പൊ നമ്മളിവിടെ അതിന്റെ ഓരോ ക്വാളിറ്റി ഉണ്ടല്ലോ ഈ തേയില നമ്മളുടെ ചായപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഈ കേരളത്തിൽ കിട്ടിയരാം. കേരളത്തിലെല്ലാം ഇന്ത്യയിൽ കിട്ടിയരാം. ഫസ്റ്റ് ക്വാളിറ്റി കയറി പോവുകയാണ് ചെയ്തത്, മൊത്തം കയറി പോവാണ്. അപ്പൊ നമ്മളിവിടെ കിട്ടുന്ന ക്വാളിറ്റി ഇപ്പൊ ഇത് സെക്കൻഡ് ആണോ അതോ ഫസ്റ്റും സെക്കൻഡ് വരുന്നില്ല, തേർഡ് ക്വാളിറ്റി അപ്പം നമുക്ക് ഈ തേയില എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ലോ. അപ്പം പ്രശ്നം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇവിടെ ഉത്പാദിക്കുന്നതാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ രാജേഷ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ താങ്കളുടെ പേര് എന്താ? എന്റെ പേര് സഹദേവൻ. സഹദേവൻ എന്താണ് ചെയ്യുന്നത്? ഞാന് കൃഷിപ്പണി തന്നെയാണ്. കൃഷിപ്പണി എന്ന് പറഞ്ഞാല് തേയിലയാണോ അതോ കാപ്പിയാണോ? വരുന്ന റബ്ബറൊക്കെ കണ്ടു. അപ്പം റബ്ബർ ഇങ്ങനെ കാര്യമായിട്ടില്ലെന്ന്. റബ്ബറുണ്ട്, പിന്നെ വാഴയുണ്ട്, പച്ചക്കറികളെല്ലാം എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നെല്ല് ഇങ്ങനെ നെൽകൃഷിയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. അതെ അതെ, കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുമ്പോൾ ഞെട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ. പക്ഷെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഇവിടെ ആരെങ്കിലും? ഇവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നതാണ്. അതെ അല്ലേ, കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പം കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചു. പിന്നെ അവിടെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അല്ല, അതൊരു പിന്നെ എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടില്ല. ഒരു കുട്ടി നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ അതോടൊപ്പം തന്നെ വയനാടിന്റെ ഇവിടെ പ്രത്യേക ഒരു പ്രശ്നമാണ്. വയനാട്ടിൽ കടലില്ലെന്ന് പറഞ്ഞു. കടലില്ല. ആ കടലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മന്ത്രിമാരെയും ഗവൺമെന്റിനോടൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. കടല് ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള മേഖലയാണ് വയനാട്. കടല് വേണം. കടല് ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞേ. അപ്പൊ അതിനുവേണ്ടി കടലിന് വേണ്ടി നമ്മള് സർക്കാരിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 5 വർഷങ്ങളിൽ ഒരു കടൽ പ്രതീക്ഷിക്കാൻ ഇനിയിപ്പം ബുധനാഴ്ച, ഇനിയിപ്പം ശനിയാഴ്ച ഇനിയിപ്പം നിയമസഭ കൂടുള്ളൂ. ആ നിയമസഭയില് അവതരിപ്പിക്കും. വയനാട്ടിൽ കടൽ വേണം എന്നുള്ളൊരു. പിന്നെ ചന്ദ്രൻ സാർ ചന്ദ്രൻ സാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഈ മാനന്തവാടിയിലെ ഒരു ലൈൻമാനായിട്ട് വന്നാണ്. ജില്ലക്കാരനാണ്. ട്രാൻസ്ഫർ ആയിട്ട് നേരത്തെ കക്ഷിയെ ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ഇവിടുത്തെ ലൈൻമാനാണ്. അതെല്ലേ? ഈ സ്ഥലം കാവുമ്പോ പിന്നെ എന്തോ ഒരു സ്ഥലപ്പേരാണ് ഇതിന്റെ. അതെല്ലേ? ഞാൻ വന്നിട്ട് ഇപ്പൊ 3 മാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏഷ്യാനെറ്റിന്റെ വരുന്നതാണ്. അതെല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രകൃതി വളരെ ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോകാൻ തരില്ല. അടുത്തിടെ പോയി പോകുമ്പോൾ നമുക്ക് ഇനി വണ്ടിക്ക് പോകുമ്പോൾ ഭംഗിയുള്ള സ്ഥലമൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏറെക്കുറെ സ്ഥലം. സാറി പോകാൻ പറ്റുന്നില്ല. സാറി ലൈൻ വർക്ക് ഇവിടെയൊക്കെ ലൈൻ വിളിച്ചു കൊടുത്തതിന്റെ ഈ മേഖലയിലൊക്കെ കാരണം വന്നിട്ട് കുറെ കാലമായോ? കുറെ ഒരു 10-15 വർഷമായി. ഞാൻ 64 വരുമ്പോഴാണ്ട് അന്ന് ഇവിടെ ഇല്ല. അന്നേരം മേലെയും ട്രാൻസ്ഫോർ ഇല്ലാതെ കണ്ടുകൊടുക്കായിരുന്നു. അപ്പൊ ഇവിടുത്തെ മൊത്തത്തിലുള്ള ജനങ്ങളിൽ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലൈൻ നോക്കി ഇങ്ങനെ പോകും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് ലൈൻ വരി കൈയോട്ട് നടക്കുന്നു. ലൈനുണ്ട് ഇവിടെ. നമുക്ക് സ്ഥിരം ലൈൻ. എത്ര വീടുണ്ടെന്ന് പറയാം. നമുക്ക് ഒരുപാട്